ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ ഇപ്പോൾ അടിപൊളിയൊക്കെ ആയിട്ട് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ജിയോഗ്രഫിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, പല കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് തരാം. ഓരോ വീഡിയോകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിനെ വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും. സോ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ എലമെന്റ്സ് ഓഫ് വെതർ, അഥവാ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്ന കാര്യം. ഒരു ദിവസത്തിന്റെ അന്തരീക്ഷത്തെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അന്ന് തണുപ്പാവണോ അന്ന് ചൂടാവണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അന്നത്തെ ഒരു സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില. അന്തരീക്ഷ താപനില വളരെ കുറവാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും, താപനില ഭയങ്കര കൂടുതലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രഷർ, മർദ്ദം എന്ന് പറയും. അതിനൊക്കെ ഡീറ്റെയിലുകൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിലുകൾ വരുന്ന സമയത്ത് പഠിക്കാനുണ്ട്. അതുപോലെ മൂന്നാമത്തെ വിൻഡാണ്, കാറ്റാണ്. നാലാമത്തെ ഹ്യൂമിഡിറ്റിയാണ്, ആർദ്രതയാണ്. ആർദ്രത എന്ന് പറഞ്ഞാൽ വാട്ടർ വപ്പേഴ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിന്റെ അളവിനെയാണ് ഹ്യൂമിഡിറ്റി, ആർദ്രത എന്ന് പറയുന്നത്. പേടിക്കണ്ട, ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിലുകൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ചാപ്റ്ററിന്റെ കഴിഞ്ഞു എന്നുള്ള. നമ്മൾ ഈ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിൽ ടെമ്പറേച്ചറിനെ കൂടി പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷറിനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വിൻഡിനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂമിഡിറ്റിയെ കുറിച്ച് പഠിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ പഠിക്കുന്നത് ദ എലമെന്റ്സ് ഓഫ് വെതർ ആയതുകൊണ്ടാണ്, ദിനാന്തരീക്ഷ ഘടകങ്ങൾ ആയതുകൊണ്ടാണ് എന്ന ബോധ്യത്തോടു കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക് പറയുന്നത്. എന്നിട്ട് ഇവിടുന്ന് തുടങ്ങുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കാം വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. നമ്മൾ കേൾക്കുന്ന സമയത്ത് രണ്ടും ഒരുപോലെയാണ്. വെതർ എന്ന് പറഞ്ഞാലും ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സാറേ എന്താ മാറ്റം, വലിയ മാറ്റങ്ങളൊന്നുമില്ലല്ലോ, ഒക്കെ ഒരേപോലെ തന്നെയാണല്ലോ എന്ന് തോന്നും. പക്ഷെ തമ്മിൽ മാറ്റമുണ്ട്. മാറ്റമുണ്ടായതുകൊണ്ടാണല്ലോ മാറ്റം എന്താ ഞാൻ ചോദിച്ചത്. യെസ്, ആ മാറ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, വെതർ എന്ന് പറയുന്ന സമയത്ത് മക്കൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഞാൻ മാർക്ക് ചെയ്യാവേ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു വാക്കിന് മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങോട്ട് പോകല്ല, ഇങ്ങോട്ട് പോകല്ല, തലതിരിക്കല്ല. മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓഫ് ദ സച്ച് ആസ് ദ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് എലമെന്റ്സ് ഓഫ് വെതർ പഠിച്ചില്ല, ആ സാധനങ്ങൾ തന്നെ. ഈസ് എ പ്രസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ കാലത്തേക്കുള്ള, അതാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ വേർഡ് എന്ന് പറഞ്ഞാൽ. ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, ഒരു ചെറിയ സമയത്തേക്കുള്ള അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ഊട്ടിക്ക് ടൂർ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച അവിടെ ഭയങ്കര തണുപ്പാന്ന്. ചിലപ്പോൾ ഉണ്ടായിരിക്കും നമ്മൾ വിചാരിച്ച് ഭയങ്കര കോടയൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ചെന്തായിരിക്കും. ചെല്ലണ സമയത്തേക്കാളും ഭയങ്കര വെയിലേക്കാളും. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വിളിച്ചേക്കാം, ഹലോ ഊട്ടിയിൽ എന്താ അവസ്ഥ? ഇവിടെ ഭയങ്കര വെയിലാടാ. ഇവിടെ ഭയങ്കര വെയിലാന്ന് പറയുന്നത് അന്ന് മാത്രമല്ല ചിലപ്പോൾ വെയിലുണ്ടായിരിക്കുള്ളൂ, തലേ ദിവസം വെയിലുണ്ടായിരിക്കോ, അതിന് പിറ്റേ ദിവസം വെയിലുണ്ടായിരിക്കോ? ഇല്ല, ചിലപ്പോൾ അന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിന്റെ ഉള്ളിൽ അവിടുത്തെ അവസ്ഥ എന്താണ്, അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, അവിടുത്തെ പ്രഷർ എങ്ങനെയാണ്, അവിടുത്തെ വിൻഡ് എങ്ങനെയാണ്, അവിടുത്തെ ഹ്യൂമിഡിറ്റി എങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മൾ വെതർ എന്ന് പറയാം. അഥവാ ഒരു നിശ്ചിത പ്രദേശത്തെ ഹ്രസ്വകാലയളവിൽ, ഒരു നിശ്ചിത സ്ഥലത്ത് ഹ്രസ്വകാലം എന്ന് പറഞ്ഞാൽ ചെറിയ കാലത്തിന്റെ ഉള്ളിൽ അവിടെ അനുഭവപ്പെടുന്ന നമ്മൾ താപനില, കാറ്റുകൾ, ആർദ്രത, വർഷണം, ഇവയാണ് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ എന്ന് പറയാം. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കും. അപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ട, അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കുറേ സ്ഥലമൊക്കെ ടൂറൊക്കെ പോകുന്ന, നമ്മൾ കുറേ സ്ഥലമൊക്കെ കറങ്ങുന്ന മനുഷ്യരാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചോദിച്ചു, എടാ ജൂണിൽ ഊട്ടിയുടെ അവസ്ഥ എന്താ? നമ്മളിങ്ങനെ ആലോചിക്കും, ജൂണിൽ നമ്മളൊക്കെ പോകുന്ന സമയത്ത് സാധാരണ ജൂണിലൊക്കെ ഉണ്ടാവുന്ന അവിടെ മഴക്കാലം ഉണ്ടാവാറുള്ളത്. ജൂണിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ആയിരിക്കും കേട്ടോ. നമ്മൾ പോയപ്പോൾ ചിലപ്പോൾ വെയിലാ വന്നത്, അവസ്ഥ അതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സാധാരണ പറഞ്ഞ എന്താണ്, സാധാരണ അവിടെ എന്താണ് ആ സമയത്ത് ഉണ്ടാവാറുള്ളത്? മഴയാണ് ഉണ്ടാവാറുള്ളത്. ആ സാധാരണ നമ്മൾ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജൂൺ മാസം ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യാറുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഒരു ആവറേജ്, ശരാശരി ആയിട്ടല്ല പറഞ്ഞത്, 100% ശരിയായിട്ടാണ് പറഞ്ഞത്, അല്ല, അതിനെയാണ് ക്ലൈമറ്റ് എന്ന് വിളിക്കുക, കാലാവസ്ഥ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ. ഇറ്റ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ. ഒരു വലിയ സ്ഥലത്ത് കുറേ കാലമായിട്ട് ആവറേജ് ആയിട്ട് ഉണ്ടാവുന്നതിനെയാണെന്ന് വിളിക്കാം ക്ലൈമറ്റ്, കാലാവസ്ഥ എന്നെയാണ് വിളിക്കാറുള്ളത്. സാധാരണ ഒരു സ്ഥലത്ത് കഴിഞ്ഞൊരു 35 മുതൽ 40 വർഷത്തിന്റെ കഥ എന്താന്ന് നോക്കിയാൽ, കഴിഞ്ഞൊരു 35-40 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ മഴ പെയ്യാറുണ്ട് ജൂൺ മാസത്തിൽ. അപ്പൊ നമ്മൾ പറയും ജൂൺ മാസം ആകുമ്പോൾ മഴക്കാലമാണ്, ഡിസംബർ ആകുമ്പോൾ നമ്മൾ തണുപ്പ് കാലമാണ്. ചിലപ്പോൾ ഡിസംബറിലായിരിക്കും ഭയങ്കര വെയിലുണ്ടാവാറ്. അത് നമ്മുടെ അവിടുത്തെ എന്താണ്, അത് അവിടുത്തെ വെതറാ. പക്ഷെ സാധാരണ ഡിസംബർ ആവുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്, വിന്റർ സീസൺ ആണ്.
ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഒരു വിശാല ഭൂപ്രദേശത്തെ ദീർഘകാലമായി അനുഭവപ്പെടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ത്? കാലാവസ്ഥ എന്ന് വിളിക്കാറുള്ളത്. ഏകദേശം ഒരു 35 മുതൽ 40 വർഷം കാലത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. അപ്പൊ വെതറും ക്ലൈമറ്റും നമ്മളെ ഡിഫറൻസ് മനസ്സിലായോ? വെതർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളതാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലോ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ലാർജർ പീരീഡ് ഓഫ് ടൈം, വലിയ കുറെ കാലഘട്ടത്തേക്കുള്ള ആവറേജ് മാത്രമാണ്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ ആപ്പിൽ പഠിപ്പിക്കാറ്. നമ്മൾ അസ്ട്രാ ബാച്ചിലുള്ള മക്കളൊക്കെ ഉണ്ടായിരിക്കും, ലൈവ് കാണുന്നുണ്ടായിരിക്കും. അസ്ട്രാ ബാച്ചൊക്കെ നമ്മൾ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അത്രമാത്രം സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്നാൽ കൃത്യമായിട്ട് പ്രിസൈസ് ചെയ്തിട്ട് മക്കളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല മക്കളെ, അതിനിടയിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ സൂചിപ്പിക്കാൻ മറന്നുപോയി. നമ്മുടെ 10th 10th ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വാട്സാപ്പിൽ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടായിരിക്കും. അതിലാണ് നമ്മുടെ നോട്ടുകൾ വരാറുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്, നമ്മുടെ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അതിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളുടെ ഇടയിൽ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ എല്ലാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പൗഷ് ചെയ്തിട്ട് നിങ്ങളുടെ പാരന്റിൻ്റെയോ മറ്റാരുടെയെങ്കിലും ഫോണിൽ എന്ത് ചെയ്യുക, ഈ QR ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് നേരെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കും വേണം. സോ ഇതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഇതിന് ശേഷമുള്ളത് മക്കളെ, അന്തരീക്ഷത്തിന് താപനില എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നമുക്ക് ചൂടാണല്ലോ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിൽ ചൂട് നമുക്ക് തരുന്ന ആരാരോ, സൂര്യനാണ് അല്ലെ. സൺ ഈസ് എ സോൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയാറില്ല. സൂര്യനാണ് നമുക്കുള്ള എല്ലാ എനർജി, ഏറ്റവും കൂടുതൽ എനർജി തരുന്ന, ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്ന ആളെന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ എല്ലാ സമയത്തും നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് നല്ല ചൂട് കിട്ടും അല്ലെ. സൺ ഈസ് എ സോൾ സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ഭൂമിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യനാണ്. ഈ സൂര്യനിൽ എങ്ങനെ ഊർജ്ജം ഉണ്ടാവുന്ന അറിയോ? അതാണ് മക്കളെ, അണുസംയോജനത്തിലൂടെയാണ് ഉണ്ടാവുന്നത്, അഥവാ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് ഉണ്ടാവുന്നത്. എന്താ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം എന്ന് പറഞ്ഞാൽ? സൂര്യന്റെ ഉള്ളിൽ 2 ആൾക്കാരാണുള്ളത്, ഒന്ന് ഹൈഡ്രജനും രണ്ടാമത്തെ ഹീലിയം. ഈ ഹൈഡ്രജനും ഹീലിയവും കൂടെ കൂടി ചേരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അണുസംയോജനം എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോളാർ എനർജി ആക്ച്വലി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, വലിയ വലിയ ക്ലാസ്സുകളൊക്കെ ഇവിടെ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അത്ര ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കാം. അണുസംയോജനത്തിന്റെ ഭാഗമായിട്ടാണ് സൂര്യനിൽ നിന്ന് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത് ത്രൂ ദ ന്യൂക്ലിയർ ഫ്യൂഷൻ. അതാണ് പറയുന്നത് സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് എനർജി. സൺ എന്ന് പറഞ്ഞാൽ സോൾ സോഴ്സ് ഓഫ് എനർജി ആണ് ഫോർ ദ എർത്ത്. ആർക്ക്? എർത്തിന്. ദ എനർജി പ്രൊഡ്യൂസഡ് ബൈ ദ സൺ ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നമുക്ക് സണ്ണിൽ നിന്ന് എങ്ങനെ എനർജി കിട്ടുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് കിട്ടുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ എന്തെങ്കിലും സണ്ണിൽ നമുക്ക് എനർജി കിട്ടുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ എന്ത് ചെയ്യുന്നു, സണ്ണിന് ഇപ്പോൾ ഉദാഹരണം ഞാൻ പിക്ചർ വരക്കാവേ. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ സണ്ണിനെ വരക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം സണ്ണിനെ വരക്കട്ടെ. ഇത് സൂര്യയാണെന്ന് വിചാരിക്കാം. ഈ സൂര്യനിൽ നിന്ന് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, അണുസംയോജനം ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജനും ഹീലിയം ഒക്കെ കൂടി ചേരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സോളാർ എനർജി ഉണ്ടാവുന്നുണ്ട്. ഈ സോളാർ എനർജി എർത്തിലേക്ക് എങ്ങനെ എത്തുകയെന്നറിയോ? ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ചെറിയ ചെറിയ വേവുകളായിട്ടാണ്, വലിയ വേവൊന്നുമില്ല, ചെറിയ ചെറിയ വേവുകളായിട്ടാണ് എത്തുക. അത് എങ്ങനെ എത്തുന്നത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. മക്കൾ ശ്രദ്ധിക്കുക, എങ്ങനെ എത്തുന്നത്? ഷോർട്ട് വേവ്സ് അഥവാ മലയാളത്തിലായി നമ്മൾ വിളിക്കും ഹ്രസ്വതരംഗം എന്ന് വിളിക്കും. ഹ്രസ്വതരംഗം. ഈ ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നു. ഹ്രസ്വതരംഗമായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ഷോർട്ട് വേവ്സുകളായിട്ടാണ് എത്താറുള്ളത്. അതിന് ഇങ്ങനെ ഹ്രസ്വതരംഗമായിട്ട് ഷോർട്ട് വേവ്സുകളായിട്ട് നമ്മൾ എത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ. അഥവാ നമ്മൾ അതിനെ മലയാളത്തിലാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് വിളിക്കുന്നറിയോ? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ദ ഇൻസൊലേഷൻ എന്ന് വിളിക്കും, അഥവാ സൗരകിരണം എന്ന് വിളിക്കും. സൗരകിരണം അല്ലെങ്കിൽ ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തൽക്കാലത്തേക്ക് ഇൻസൊലേഷൻ എന്ത് ചെയ്തിട്ട് അവിടെ എവിടെയാ സാധനം? ഇവിടെ എന്താണ് ഇൻസൊലേഷൻ എന്ന് എന്ത് ചെയ്തിട്ട് വിളിക്കാറുണ്ട്. അഥവാ ഭൗമോപരിതലത്തിൽ സൂര്യപ്രകാശം എത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. ഇൻസൊലേഷൻ എങ്ങനെയാ? ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സുകളായിട്ട് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് എത്താറുള്ളത്. ചെറിയ തരംഗമായിട്ടാണ് സൂര്യനിലെ എനർജി ഉണ്ടാവുന്നു. ഈ സൂര്യനിലെ എനർജി വരുന്നത് എങ്ങനെയാണ്? ഷോർട്ട് വേവ്സ്. എങ്ങനെയാണ് വരുന്നത്? ഷോർട്ട് വേവ്സുകൾ ഹ്രസ്വ തരംഗമായിട്ടാണ് വരുന്നത്. അത് നമ്മൾ വിളിക്കുന്ന പേര് ഇൻസൊലേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ ഇത് ഇവിടെ വന്നിട്ട് നിൽക്കൂല, ഇവിടുന്ന് നേരെ തിരിച്ചു പോകും. തിരിച്ചു പോകൽ എങ്ങനെയാ അറിയോ? അതിങ്ങനെ ലോങ് വേവ്സ് ആയിട്ടാണ് തിരിച്ചു പോകാം. എർത്തുനിന്ന് നേരെ തിരിച്ചു പോകുന്നത് എങ്ങനെയാ? ലോങ് വേവ്സ്. എങ്ങനെയാ പോകുന്നത്? ഞാനിവിടെ എഴുതുന്നുണ്ട്, മക്കൾ ശ്രദ്ധിക്കാം. എങ്ങനെയാ പോകുന്നത്? ലോങ് വേവ്സുകളായിട്ടാണ് പോകുന്നത്, അഥവാ ദീർഘതരംഗമായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ലോങ് വേവ്സുകളായിട്ട് ദീർഘതരംഗമായിട്ട് നമ്മൾ പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അഥവാ മലയാളത്തിൽ നമ്മൾ വിളിക്കും ഭൗമവികിരണം. ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിന്റെയും പറഞ്ഞുതരാം. സൗരവികിരണം എന്നാണ് ശരിക്കത്തെ വാക്ക് കേട്ടോ. സൗരവികിരണം.
മക്കളെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ, എന്റെ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ വേഗം കാര്യം മനസ്സിലാവും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തലതിരിക്കണ്ട. സണ്ണിന്ന് സൂര്യനിൽ സോളാർ എനർജി ഉണ്ടാവുന്നു. അത് എർത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഷോർട്ട് വേവ്സുകളായിട്ട് നമ്മളെ ഹ്രസ്വതരംഗമായിട്ട് എത്തുന്നത്. അതിന് ഷോർട്ട് വേവ്സ് ആയിട്ട് ഹ്രസ്വതരംഗമായിട്ട് എത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസോലേഷൻ, സൗരവികിരണം എന്ന് വിളിക്കും. സൂര്യന് വരാതുകൊണ്ട് സൗരവികിരണം. എന്നാൽ ഇത് വന്നിട്ട് എർത്തിൽ നിൽക്കൂല. കാരണം എർത്തിൽ ഇത് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഓൾറെഡി ഒരു ചൂട് വന്നു, കുറച്ചും കൂടെ വീണ്ടും ചൂട് വന്നു, കുറച്ചും കൂടെ വീണ്ടും ചൂട് വന്നു. ആ ചൂട് ഇവിടെ ഇങ്ങനെ നിൽക്കണ ഇവിടെ ഭയങ്കര ഭൂമി ചൂടാവൂലേ? അങ്ങനെ ചൂടായിട്ട് ഭൂമി കത്തിപ്പോകൂലേ? പറ്റുമോ? ഇല്ല, നടക്കൂല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ബി റേഡിയേറ്റിംഗ്. അത് എന്ത് ചെയ്യുന്നു? റീഎമിറ്റ് ചെയ്യുന്നു, തിരിച്ചങ്ങോട്ട് പോകും. ആ തിരിച്ചു പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ അറിയോ? ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമ വികിരണം. എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് അങ്ങോട്ടാ പോകുന്നത്. ഭൗമ വികിരണം എന്നാ വിളിക്കുക. പക്ഷെ അത് എങ്ങനെയാ പോകാറോ? ലോങ് വേവ്സുകളായിട്ട് ദീർഘതരംഗമായിട്ടാണ് പോകാറുള്ളത്. സോ മനസ്സിലായില്ലേ? ഇൻസുലേഷനും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വേർഷൻസുകളൊക്കെ നമുക്ക് പഠിക്കാണ്ട് ആ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് എന്ത് പറ്റും? അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്, ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിന്റെ താഴെ ഒരു MFK വിത്ത് ഫയറിട്ടിട്ടു അങ്ങോട്ട് വെക്കും. ഇതുപോലത്തെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാനത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ടാറ്റാ, ബൈ.